ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകയുടെയും ഗോവിന്ദൻ്റെയും വീടാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിടയ്ക്ക് നന്ദു സ്വയം കേസ് വാദിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ വക്കീലാകുന്നതായിരുന്നു നല്ലത്, പോലീസായാൽ ഇനിയും തലവേദനയായിരിക്കുമെന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനിയുള്ള തലവേദന അവളുടെ കെട്ടിയോൻ നോക്കിക്കൊള്ളുമെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിലോ എന്ന്. അപ്പോൾ തലവേദന നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെയും വേണുവിൻ്റെയും വീടാണ്. കോടതിയിലേക്ക് പോയ വേണു അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. വേണുവിനെ കണ്ടത് അനാമിക ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളുമാരുടെയൊക്കെ അഹങ്കാരം തീർന്നോ? അവളെ ജയിലിലേക്ക് കൊണ്ടുപോയോ അച്ഛ എന്നൊക്കെ. വേണുവിനാണെങ്കിൽ എന്താ പറയേണ്ടത് എന്ന് അറിയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് നടന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അവളെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു. എന്നാൽ അതിനിടക്ക് ആ സംഭവം നടന്നെടുത്ത് ക്യാമറ ഉണ്ടായിരുന്നു. ജഡ്ജി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു. അവസാനം വാദി പ്രതിയായി നന്ദു രക്ഷപ്പെട്ടു. അത് കേട്ടത് അനാമികയ്ക്ക് വല്ലാത്ത നിരാശയും കോപവുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടെ കാത്തിരുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതിലും പ്രതീക്ഷയോടെയാണ് ഞാൻ കോടതിയിലിരുന്നത്. അവസാനം നനഞ്ഞ കോഴിയെ പോലെയാണ് ഞാൻ അവളുമാരുടെ മുന്നിൽ നിന്നത്. പിന്നെ അവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. അവൾക്ക് വേണ്ടി മാരാർ എന്ന വലിയൊരു വക്കീലായിരുന്നു ഹാജരായത്. എന്നാൽ വാദം തുടങ്ങിയപ്പോൾ അവൾ പ്രതിക്കൂട്ടിൽ നിന്നും ചാടി ഇറങ്ങി അവളുടെ കേസ് സ്വയം വാദിക്കുകയായിരുന്നു. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വേണു പറയുന്നുണ്ട്, സ്വന്തം കേസ് സ്വയം വാദിക്കാൻ എല്ലാവർക്കും പറ്റും, തലയ്ക്കകത്ത് ആൾ താമസമുണ്ടെങ്കിൽ. അപ്പോൾ അനാമിക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ കേസ് അവൾ തന്നെയാണ് വാദിച്ചത് അല്ലേ? അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെ, ഇനിയിപ്പോൾ നമ്മൾ ഏൽപ്പിച്ചവർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോൾ അനാമികയും രേവതിയും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, അങ്ങനെ അച്ഛനെ തേടി പോലീസ് വന്നാൽ ഞങ്ങളുടെ കാര്യം പറയരുത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ, ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവസാനം എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. എന്തായാലും പ്രതീക്ഷയൊക്കെ പോയി. പക്ഷെ ഒരു ഗുണമുണ്ടായി. ഇന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടവൾ ഇനി അടുത്ത ട്രെയിനിങ് ക്യാമ്പ് നടക്കുമ്പോഴേ പോകാൻ പറ്റൂ. അതിനി കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതിലിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛ എന്ന്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വളരെ സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രേവതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അവൾ SI ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. മനുഷ്യന് വലിയ പ്രതീക്ഷ തന്നിട്ട് എത്ര പെട്ടെന്നാണ് അത് തല്ലിക്കെടുത്തിയത്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് ചെന്നാൽ അവളുമാരുടെ ചിരിച്ച മുഖം കാണേണ്ടി വരും. അനിയുടെ കളിയാക്കലും ഉണ്ടാകും. അതിനുശേഷം വേണു പറയുന്നുണ്ട്, ഇനി ആര് വന്ന് വിളിച്ചാലും ഡോറ് തുറക്കരുത് രേവതി. പകലും തുറക്കേണ്ട, രാത്രിയും തുറക്കേണ്ട. അന്നത്തെ പോലെ ഒരു ഇരുട്ടടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ദേവയാനിയും ജലജയും ജാനകിയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജാനകിയും ജലജയും കുടുംബക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, നന്ദു ജയിലിലേക്ക് പോകാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, നാളെ ഞങ്ങൾ പോകുന്നുണ്ട്, ഏട്ടത്തി വരുന്നുണ്ടോ കുടുംബക്ഷേത്രത്തിലേക്ക്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്, ഞാനും കുറേ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നന്ദു രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വഴിപാട് നേർന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യയും നയനയും വരുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, കോടതിയിൽ പോയവർ വരുന്നുണ്ട്. നയന അപ്പോൾ നവ്യയോട് രഹസ്യമായി പറയുന്നുണ്ട്, ഇവിടെ ചിലർ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് അവരെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കാം. നവ്യയും ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. എന്നിട്ട് നവ്യ അവരോടായി പറയുന്നുണ്ട്, നന്ദുവിനെ റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ ജാനകിക്കും ജലജയ്ക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ദേവയാനിയുടെ മുഖം പെട്ടെന്ന് മാറി വല്ലാതെ സങ്കടമാകുന്നുണ്ട്. ഇത് നയന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, സാഹചര്യ തെളിവുകളും സാക്ഷികളും എതിരായ കേസിൽ നിന്റെ അനിയത്തി ജയിക്കത്തില്ലടി. ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ജയിലിൽ തന്നെ കിടക്കണം. അപ്പോൾ നയന പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് കോടതി മുൻപാകെ തെളിവ് സഹിതം ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാ ഇളയമ്മയും അപ്പച്ചിയും എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ എല്ലാവരും അത് കാണുന്നുണ്ട്, കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ ആർക്കാ പറ്റാത്തത്? എന്നിട്ട് എന്താ അവളെ കോടതി ശിക്ഷിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്,
അത് ഇവിടെ ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്. നന്ദുവിനെ കോടതി വെറുതെ വിട്ടു. അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അത് കേട്ടതും ജലജയുടെയും ജാനകിയുടെയും മുഖമൊന്ന് വിളറി വല്ലാതായി. ആഗ്രഹിച്ചത് നടക്കാത്തതിൻ്റെ വലിയ നിരാശ അവരുടെ മുഖത്ത് ഉണ്ടായി. എന്നാൽ അത് കേട്ടതും ദേവയാനിയുടെ മുഖം നല്ല പ്രകാശപൂർണമായി. ഇതൊക്കെ നമ്മുടെ നയന ശ്രദ്ധിക്കുന്നുണ്ട്. നയനക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, കൈകൊട്ടി സന്തോഷിക്കുന്നില്ലേ എൻ്റെ അമ്മായിയമ്മ? പടക്കമൊക്കെ കരുതി വച്ചിട്ടുണ്ടോ? എന്താ പൊട്ടിക്കുന്നില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഞങ്ങളുടെ അനിയത്തിയുടെ കേസ് വാദിച്ചത് ആരാണെന്ന് അറിയാമോ? അവളുടെ കേസ് അവൾ തന്നെയാണ് വാദിച്ചത് എന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീയൊക്കെ പോയപ്പോഴേ അറിയാമായിരുന്നു കേസ് അട്ടിമറിക്കുമെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ തെറ്റ് ചെയ്തിട്ട് വളഞ്ഞ വഴിയിൽ കേസ് അട്ടിമറിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ നയന കോടതി നന്ദുവിനെ അഭിനന്ദിച്ച കാര്യവും ഇതുപോലെയുള്ള കുട്ടികളാണ് പോലീസ് യൂണിഫോമിൽ അർഹതയുള്ളതെന്ന് ജഡ്ജി പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ജാനകിക്കും ജലജയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ദേവയാനി ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ നയനയോട് പറയുന്നുണ്ട്, മതി മതി നീ നിൻ്റെ അനിയത്തിയെ വാഴ്ത്തിയത്. പിന്നെ നയന ആദർശിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട് നയനയോട്, നമുക്കിതൊന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന്. അതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മ ഓഫീസ് വഴിയാണ് പോകുന്നതെങ്കിൽ എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. അപ്പോൾ ദേവയാനി ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ പറയുന്നുണ്ട്, നീയും കൂടെ വന്നോ. പിന്നെ നവ്യ ജാനകിയോട് പറയുന്നുണ്ട്, അമ്മായി മരുമകളോട് പറ പോയി അടുത്ത കള്ളക്കേസ് ഉണ്ടാക്കാൻ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അതിന് അവരെന്താ ചെയ്തതെന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അവരെന്താ ചെയ്തതെന്ന് അവർക്കറിയാം. ഏതായാലും കോടതിയിൽ മരുമകളുടെ അച്ഛനും ഉണ്ടായിരുന്നു. നന്ദുവിനെ വെറുതെ വിട്ടപ്പോൾ അയാളുടെ മുഖത്ത് സകല വികാരങ്ങളും ഉണ്ടായിരുന്നു. വേദനയും സങ്കടവും ദേഷ്യവും ഒക്കെ. പിന്നെ നന്ദുവിനെയും ഫ്രണ്ട്സിനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവരവിടുന്ന് പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, പുറത്ത് പരുക്കില്ലാതെ നമ്മുടെ വേണുവിനെയും രേവതിയെയും എങ്ങനെ ആക്രമിക്കാമെന്ന്. ഫ്രണ്ട്സുമാർ എല്ലാത്തിനും റെഡിയായി നിൽക്കുകയാണ്. അനാമികക്കിട്ടും കൊടുക്കണമായിരുന്നു, പക്ഷെ അവൾ അനന്തപുരിയിലാണല്ലോ ഉള്ളത്. സാരമില്ല, അവൾക്കുള്ളതും ചേർത്ത് അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം എന്നൊക്കെ ഫ്രണ്ട്സുമാറും പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, ഇന്ന് രാത്രി നമ്മൾ വേണുവിൻ്റെ മതിൽ ചാടും. പിന്നെ കാണിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ നയനയെയും ദേവയാനിയെയുമാണ്. നയന അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കറിയില്ലേ നന്ദു ഒരു തെറ്റും ചെയ്യില്ല എന്ന്. ഉള്ളിലെങ്കിലും അമ്മയ്ക്ക് അവൾ രക്ഷപ്പെട്ടതിൽ സന്തോഷമില്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എന്തിനാടി സന്തോഷിക്കുന്നത്? നിനക്കും നിൻ്റെ വീട്ടുകാർക്കും എന്തെങ്കിലും നല്ലത് നടക്കുന്നു എന്ന് അറിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ആനന്ദമൊന്നുമല്ല. ഇത് കേട്ട് നയനക്ക് സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഓഫീസിൻ്റെ അടുത്ത് നയന ഇറങ്ങുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാ പോകുന്നത് എന്ന്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ പാതാളത്തിലേക്ക് നിന്ന് കുശലം പറയാതെ നീ നിൻ്റെ പണി നോക്ക്. അങ്ങനെ നയന അവിടെ ഇറങ്ങി. ദേവയാനി വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ നയനയ്ക്ക് നല്ല സംശയമുള്ളത് കൊണ്ട് തന്നെ നയന ഓട്ടോയിൽ ദേവയാനിയുടെ കാറിനെ ഫോളോ ചെയ്തു. അങ്ങനെ നയന കാണുന്നുണ്ട് ദേവയാനി മാരാർ വക്കീലിനോട് സംസാരിക്കുന്നത്. നയനക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. തൻ്റെ അമ്മയ്ക്ക് തന്നോട് സ്നേഹമാണ് എന്ന്. നയനയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ചെറിയൊരു പൂത്തിരി കത്തുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.